ഡോക്ടർമാരും കൂടി വന്നിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷമേ മുൻപോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും സമയം ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ കയറി കണ്ട അത്ര സമയം വെച്ചിട്ട് ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോഴേ സത്യം പറഞ്ഞ കൊച്ചവിടെ കിടക്കണത് അത് എനിക്കറിയാം. അങ്ങനെയാണ് കിടക്കണത്. പാതി കണ്ണടച്ച് ഒരു തൊടുമ്പോൾ ഫുൾ ഐസാണ്, ദേഹം മൊത്തം ഐസാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതാണ് സത്യം. എനിക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിന് നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം. അതിപ്പോൾ ഇവിടെ ആയാലും എവിടെ ആയാലും എങ്ങോട്ടായാലും എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടണം. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. ഇപ്പം ഇത്ര സമയമായി, ഞങ്ങൾ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് ശേഷം അവർ പറയാണ് ഇനി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആളില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരോട് പോയി? 19 വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ കുഞ്ഞിന്, ജീവിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. ഇരുന്ന് വന്ന കുട്ടിയാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കുന്ന ട്രീറ്റ്മെന്റ് ഇല്ലാതെ. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനില്ല. രണ്ടുപേരെയാണ് അയാൾ അത് ചെയ്യാൻ നോക്കിയത്. രണ്ട് ജീവനാണ് അയാൾ അത്രയും ഇത് ചെയ്തത്. അതും ലേഡീസ് കമ്പാർട്ട്മെന്റ് കയറി ഒരു ആണൊരുത്തം ഇരുന്നിട്ട് അത് അന്വേഷിക്കാനോ തിരക്കാനോ ഒരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. നമുക്ക് ആകെ സുരക്ഷിതം കിട്ടുന്നത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ്. അവിടെ അതില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ലേഡീസിലാണ് കയറിയത്. ഏത് കമ്പാർട്ട്മെന്റിലായാലും ഒരു ഗേൾസിന്, അതായത് പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം വേണോ വേണ്ടേ? എത്ര കേസായി ഇപ്പം ഈ റെയിൽവേയില്? ജനറലിൽ പോയതാണല്ലോ സൗമ്യ കേസ് ഒന്ന് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോയൊരു പെൺകുട്ടിയാണ്. ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഞങ്ങളിലെ പട്ടിയെ പോലെ ഇവിടെ വന്ന് കിടക്കുന്ന അവർ പറയുന്ന ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ആരുണ്ട് ചോദിക്കാൻ? ഉച്ചയ്ക്ക് ശേഷം ബോർഡ് മീറ്റിംഗ് കൂടിയതിന് ശേഷം കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാന്നാണ് ഇന്നലെ പറ്റിയ സംഭവം. ഇവിടെ കൊണ്ടുവന്നതാണ് കുട്ടിയെ, ഇന്നലെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇതുവരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഇന്റേണൽ ബ്ലീഡിംഗ് ആണെന്ന് പറയുന്നവര്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെയോ വെച്ച് അതിന് സഡേഷൻ കൊടുത്ത് ഇവിടെ ഞങ്ങളുടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ ഡോക്ടർമാരുടെ ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ വന്ന് കാണുന്നത് ഇപ്പൊ എന്റെ കുട്ടീനെ ഞാൻ ഇപ്പോഴേ വന്ന് കാണുന്നത്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്ന് കാണുന്നത് ഈ ഒരു അവസ്ഥയാണ്. അത് ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ 1 മണിക്ക് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. MRI സ്കാൻ ചെയ്യാൻ പോലും അതിനുശേഷം എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടേ? ഇതുവരെ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അവര് ചെക്ക് ചെയ്തിട്ട് കൈക്ക് മാത്രം എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 20 മുറിവുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത ഡോക്ടർ പറഞ്ഞത് 20 മുറിവ് കൊച്ചിന്റെ ദേഹത്തുണ്ടെന്ന്. എന്നോട് പറഞ്ഞത് 20 മുറിവ് കൊച്ചിന്റെ ദേഹത്തുണ്ട്. മെയിനായിട്ട് നെറ്റിയുടെ അവിടെയും ബാക്കിലും ഉള്ളതാണ് മെയിനായിട്ട് അവർക്ക് ഉള്ളതെന്ന് പറഞ്ഞത്. ആ മൊത്തത്തിൽ മുറിവാണ്. തല ഉൾപ്പെടെ തലയിൽ 2 മുറിവാണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിലും നെറ്റി സൈഡിലും. ബാക്കി മൊത്തം മുറിവുണ്ട്. അത് 20 മുറിവുണ്ടെന്ന് ഡോക്ടർ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ പൊസിഷൻ എന്താന്ന് വെച്ചാൽ കുട്ടി ഒരു ഡെഡ് ബോഡി കിടക്കും പോലെ കിടക്കുന്നു. മൂക്കിൽ കൂടി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസം എടുക്കുന്നുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അവർ ശ്വാസം എടുക്കുന്നുണ്ട്. മൊത്തം ബോഡി തണുത്തിട്ടുണ്ട്. അവർ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ചെയ്യാന്ന് പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ പറയാണ് ഇല്ലാന്ന് പറയൂ എന്നുള്ളൊരു പേടിയാണ്. എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. അതിന് എന്ത് അവർ ചെയ്തിട്ടാണ് എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. എനിക്ക് ആകെ ഒന്നേ ഉള്ളൂ. എനിക്കൊരു വളർന്നുമില്ല. ഒരു മോളും മാത്രമേ ഉള്ളൂ. അതും 19 വയസ്സ് പോലും എന്റെ കുഞ്ഞിന് തികഞ്ഞിട്ടില്ല. 18 വയസ്സാണ് അവക്ക്. അല്ല ഇവിടെ ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ടേ എന്റെ നെഞ്ചിക്കൂടെ തീ തന്നെയാണ്. എനിക്കത് ടെൻഷൻ തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ആ കുട്ടീനെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടത് എന്റെ മോളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടില്ല. അത് വേറെ ഹോസ്പിറ്റലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങള് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു വീടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വളരെ ബുദ്ധിമുട്ടുള്ള 3 പെൺമക്കളുള്ള ഒരു കുടുംബം. അതിൽ നിന്നൊരു കുട്ടിയാണ് ഈ പ്രിയ ബാംഗ്ലൂരിൽ പോയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത്. അതിലൊരു മകനുള്ളത് ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യാണ്. മോളാണ് ഈ എറണാകുളത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് അറിയുന്നു. പക്ഷേ നമ്മുടെ ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്.
ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ഇല്ലേ റെയിൽവേയിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പല സംഭവങ്ങളുണ്ടായിട്ടും അതിനൊരു പരിഹാരം കാണാൻ ഗവൺമെൻറ് ഇടപെട്ടേ പറ്റൂ, അടിയന്തരമായി ഇടപെടണം. ഇവർ വളരെ പുവർ ഫാമിലിയാണ്. അവരെ സംബന്ധിച്ച് ചികിത്സയ്ക്ക് വേണ്ടുന്ന ഫണ്ടും മറ്റു കാര്യങ്ങളും അവരുടെ കയ്യിലില്ല. അടിയന്തര ചികിത്സ ആ കുട്ടി വന്നുടനെ ചിത്രയിലേക്ക് വിടണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉടനെ അറിയിച്ചുകൊണ്ട് അവർക്ക് വിദഗ്ധമായ ചികിത്സ ജനപ്രതിനിധികൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, വൈസ് പ്രസിഡന്റ്, മെമ്പറുണ്ട്, മുൻ മെമ്പറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ നമ്മുടെ പഞ്ചായത്തിലുള്ള ഇത്തരം ഒരു സംഭവം ആദ്യത്തെ സംഭവമാണ്. ഇതിനകത്ത് വളരെ ഗൗരവമായി കണ്ടേ പറ്റൂ എന്നാണ് എനിക്ക് മാധ്യമങ്ങളോടും ഇവിടുത്തെ ഗവൺമെന്റിനോടും ഈ പോലീസ് സേനയോടും പറയാനുള്ളത്. ഡോക്ടർമാരും അതെ, ഞങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നാളെ രാവിലെ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഒരു വിദഗ്ധമായ അഭിപ്രായം പറയാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഞങ്ങളെ കാണിച്ചിട്ടുമില്ല. ആ സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ടേ പറ്റൂ. ഇതുപോലുള്ള ഒത്തിരി പെൺകുട്ടികൾക്ക് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിന് പരിഹാരം ഉണ്ടായേ മതിയാവൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ കുട്ടിക്കും ആ കുടുംബത്തിനും വേണ്ട നീതി ഉണ്ടാവണം, കുറ്റം ചെയ്ത ആളിന് തക്കതായ ശിക്ഷ ഉണ്ടാവണം എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന ബന്ധുവാണ് ബന്ധുവല്ല, അവരുടെ കൂട്ടുകാരിയാണ്. ഞാൻ കണ്ടിട്ടില്ല അവരെ, ഞാൻ കുട്ടീനെ കണ്ടിട്ടില്ല. ഞാൻ ഈ എന്റെ കുട്ടീനെയാണ് ചവിട്ടി ഇട്ടുന്നത്. ഞാൻ കാണുന്നത് ഇൻസ്റ്റാഗ്രാം വീഡിയോ നൈറ്റ് ഇന്നലെ 11 മണിക്ക് 11:30 ഞാൻ ഫോൺ എടുത്ത് വെച്ച് വെറുതെ നോക്കുമ്പോൾ പേരൊന്നുമില്ല, ജസ്റ്റ് വീഡിയോ ഇങ്ങനെ ട്രെയിനിൽ വർക്കല വെച്ച് ട്രെയിനിൽ കൂടെ പോകുന്നു, ചവിട്ടി ഇട്ടു എന്ന് പറഞ്ഞൊരു ന്യൂസ്, ചെറിയൊരു ന്യൂസ് കാണുമ്പോൾ ഞാൻ അതിന് സ്കിപ്പ് ചെയ്യാണ്. അപ്പോഴാണ് എൻ്റെ മോൻ വിളിച്ചു പറയുന്നത്, അമ്മ സോനയാണ് ട്രെയിനിൽ പോയപ്പോൾ വർക്കലിന് ചവിട്ടി ഇട്ടു, അത് എൻ്റെ മോളെയാണ് കാണുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് ഞാൻ അറിയുന്നില്ല. എന്നിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടീനെ ഞാൻ കണ്ടു. ഈ നിമിഷം ഞാൻ അതിനെ കണ്ടിട്ടില്ല. അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയാണ് എന്റെ വീട്ടിലുള്ളത്, ഞാനില്ല അവിടെ. അമ്മേന്റെ അടുത്താണ് പറഞ്ഞിട്ടാണ് വന്നത്. അവള് വരുമായിരുന്നു, അവള് പോയിട്ട് വരാം, കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് തന്നെ പോയത്. പക്ഷെ ഇന്നലെ അവിടെ നിന്ന് കയറി വന്നോണ്ടിരിക്കുമ്പോഴാണ് 2 ദിവസം മുമ്പ് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടാ വന്നത്. എന്റെ വീട്ടിൽ നിന്നാ വന്നത്. അവള് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് അവള് എന്റെ അടുത്ത് നിന്ന് നേരെ എറണാകുളം പോയിട്ട് എറണാകുളത്ത് നേരെ അവള് അമ്മേന്റെ അടുത്താ വന്നത്. അതെ, ഇന്നലെ തിരിച്ച് അവൾ എറണാകുളത്ത് പോയിട്ടാ വന്നത്. വരാറുണ്ട്. ആ ട്രെയിനിൽ വരാറുണ്ട്. പിന്നെ അവൾ അല്ലാതെ ബസ്സിലോ അങ്ങനെ വരുന്നേ. ഇല്ല, അവളെ ഹസ്ബൻഡിന്റെ വീട് എവിടെയാ? അവള് ഫാഷൻ ഡിസൈനിങ് പഠിച്ച് കഴിഞ്ഞിട്ട് നിൽക്കാണ്ട് ഞാൻ പിന്നെ അതിന് കല്യാണം കഴിച്ചു വിട്ടത്. അത് എറണാകുളത്താണ് വിട്ടത്. എനിക്ക് എങ്ങനെ പറയണമെന്ന്, ഏത് രീതിക്ക് പറയണമെന്ന് അറിയില്ല. എനിക്ക് എന്റെ കൊച്ചിന് ബെറ്റർ ചികിത്സ കിട്ടണം. അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ആ ടെൻഷനിൽ അമ്മ മറന്നു, എനിക്കറിയില്ല. പക്ഷെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അവള് വന്നേന്നാ പറയുന്നത്. കാരണം അവള് വന്ന വീട്ടിലുള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം. അവരുടെ പറഞ്ഞിട്ടാ വന്നത്. അവളുടെ കൂടെ തന്നെ വേറെ അവളുടെ ചേട്ടത്തെയും കൂടെ വരാനിരുന്നതാ. അവൾക്ക് വരാൻ പറ്റിയില്ല. ഇത് രണ്ടുപേരും കൂടിയാ വന്നിട്ട്. ഞാൻ കണ്ടില്ല, ഞാൻ ആളിനെ കണ്ടിട്ടില്ല ഈ നിമിഷം വരെ. ഞാൻ വീഡിയോയിൽ ആ കൊച്ചി ഇന്റർവ്യൂ നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞാൽ അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ കാണുന്നത് എന്റെ കുട്ടീനെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് വരുന്ന ഒരു വീഡിയോയാ. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ അപകടം നടന്നു ഇൻസ്റ്റാഗ്രാമിലാണ് അറിയുന്നത്. ഈ സുഹൃത്തൊന്നും വിളിച്ച് പറഞ്ഞിരുന്നില്ല? സുഹൃത്തുമായിട്ടൊന്നും നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടില്ല? ഈ സംഭവം നടന്നതിന് ശേഷം എന്റെ ഫോൺ എന്ന് പറയുന്നത് 9:30 മണിയാകുമ്പോഴത്തേക്കും ഇത് നോർമലി സൈലന്റ് ആവുന്നതാണ്. ഞാൻ അറിയത്തില്ല. അപ്പം ഞാനൊരു കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷനിൽ നിൽക്കുന്ന സമയമാണ്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് ഫോൺ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കോള് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ നോക്കുന്നുണ്ട്. വീഡിയോ നോക്കി ആ വീഡിയോ കാണുന്ന സമയത്താണ് എൻ്റെ മോൻ എന്നെ വിളിക്കുന്നത്, അമ്മ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന്. അതിനു മുമ്പ് എനിക്ക് കോളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഫോൺ സൈലന്റ് ആയിരിക്കും, എനിക്ക് ബെല്ലൊന്നും കേൾക്കില്ല. ഞാൻ വന്ന് നോക്കിയാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇല്ല, പുള്ളിക്ക് സുഖമില്ലാതെ വേറെ ഹോസ്പിറ്റലാണ്, ആയുർവേദ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അതെ. എന്റെ കുട്ടിക്ക് ബെറ്റർ ചികിത്സയാണ് എനിക്കിപ്പോ വേണ്ടത്. കാരണം ഇത് നിങ്ങൾ തന്നെ കയറി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഞാനൊരു അമ്മയാണ്. ഞാൻ ചെന്ന് കാണുമ്പോ സത്യം ദൈവത്താണ് ഞാൻ പറയാണ്, എന്റെ കുട്ടി ഒരു പാതി കണ്ണടച്ച് തണുത്തൊരു ഐസ് പോലെ അവിടെ കിടപ്പുണ്ട്. വെന്റിലേറ്റർ കൂടെ ശ്വാസം എടുക്കുന്നുണ്ട്, വിടുന്നുണ്ട്. ഞാൻ അത്ര കഷ്ടപ്പെട്ടായിട്ട് ഒരു മനുഷ്യന്റെ സഹായമില്ല. ഞാൻ അത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ. എവിടുന്ന ട്രെയിൻ കയറിയത്? ആലുവയിലാണോ കൊല്ലത്തിനാണോ? എറണാകുളം. ആലുവയിലാണ് ട്രെയിൻ കയറിയത്. കേറിയിട്ടാണ് അവൾ ട്രിവാൻഡ്രത്തേക്ക് വന്നത്.
ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് മതിയായ ചികിത്സ കിട്ടുന്നില്ല എന്നാണ് അമ്മ പരാതി പറയുന്നത്. അമ്മയും ബന്ധുക്കളും ജനപ്രതിനിധികളുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കാര്യങ്ങൾ പറയുന്നത്. ദേഹത്ത് 20 മുറിവുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞതായി അമ്മ പറയുന്നു. അമ്മ ബംഗളൂരുവിലായിരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ എത്തി മകളെ കണ്ടതേയുള്ളൂ. അവർക്ക് സ്വാഭാവികമായും വലിയ ആശങ്ക ഉണ്ട്. നമുക്കറിയാം ഓർക്കാപ്പുറത്താണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത്. ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. നമ്മളേതായാലും മെഡിക്കൽ കോളേജ് അധികൃതരുമായി ഈ വിഷയം സംസാരിച്ചു ഇപ്പോൾ തന്നെ ഫോണിൽ. അപ്പോൾ മതിയായ ചികിത്സയാണ് കൊടുക്കുന്നത് എന്നും കാര്യങ്ങൾ കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുമാണ് സൂപ്രണ്ട് നമ്മളോട് ഏതായാലും പറഞ്ഞിട്ടുള്ളത്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശങ്ക തന്നെയാണ്. അതുകൊണ്ടുള്ള ഒരു സ്വാഭാവിക പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഏതായാലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ശ്രദ്ധ ഇവരുടെ ഭാഗത്തേക്ക്, ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.